പശ്ചിമേഷ്യൻ ചർച്ചകൾ വീണ്ടും വഴിമുട്ടുന്നു. ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. ചർച്ചയ്ക്കായി യുഎസ് പ്രതിനിധികൾ ഖത്തറിലേക്ക് തിരിച്ചെന്ന ട്രംപ് ഹോർമുസിൽ മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാൻ. ശബരിമല സ്വർണ്ണക്കടത്തിൽ പുതിയ കേസെടുക്കുന്നതിൽ SIT തീരുമാനം ഇന്നുണ്ടായേക്കും. PS പ്രശാന്തിന്റെ ഭരണകാലത്തെ സ്വർണ്ണക്കടത്ത് പ്രത്യേകം അന്വേഷിക്കാൻ നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രതിയായ സാഹചര്യം ചർച്ച ചെയ്യാൻ CPM നേതൃത്വം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത്. സെൻസസ് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള സമയപരിധി കഴിയുന്നു. ഇനിയും വിവരങ്ങൾ കൈമാറാതെ ബഹുഭൂരിപക്ഷം പേർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ BJP കൌൺസിലർമാർക്കെതിരെ കേസ്. UDF വനിതാ കൌൺസിലർമാരെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചെന്നും FIR. സ്വകാര്യ ബസ്സുടമകളുടെ സമരം തടയാൻ സർക്കാരിന്റെ അനുനയ നീക്കം. ബസ്സുടമകളുമായി ഗതാഗത മന്ത്രി ഇന്ന് ചർച്ച നടത്തും. പ്രിയദർശിനി സർവീസ് തുടങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയെന്ന് ബസ്സുടമകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രമേയം പാസാക്കാൻ നിയമസഭ. പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം. ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ. ന്യൂസ് 18 കേരളം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ AD 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ മേഖലകളിലെ പ്രമുഖർ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്ത്. ഷൂട്ടൌട്ടിൽ ജർമ്മനിയെ മറികടന്ന പാരഗ്വേ പ്രീ ക്വാർട്ടറിൽ. ഇഞ്ചുറി ടൈമിലെ ഗോളിൽ ജപ്പാനെ തോൽപ്പിച്ച് ബ്രസീലിന്റെ മുന്നേറ്റം. ജയം 1-2 ഗോളുകൾക്ക്.